الحمد لله جاعل اللوح والقلم والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم المبعوث إلى كافة الأمم وعلى آله وصحبه أهل الجود والكرم. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ദാറുസ്സുന്ന അൽ മർക്കസുൽ ഇസ്ലാമി കേരളക്കരയിലെ മഹത്തായ സ്ഥാപനത്തിൻ്റെ മീലാദ് മുബാറക് 1500 ഗ്രാൻഡ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടുള്ള ബിരുദദാന സമ്മേളനം നമ്മളിപ്പോൾ സംബന്ധിച്ചിട്ടുള്ള ബിരുദദാന സമ്മേളനത്തിൽ ആധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ വന്യരായ സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ കൊടക്കൽ അവറുകളെ, നമുക്കെല്ലാവർക്കും അറിവിൻ്റെ നേതൃത്വം നൽകുന്ന നമ്മുടെ നാടിൻ്റെ ഇൽമിയായ പാരമ്പര്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന വലിയ അടയാളമായി നാം കണ്ട് ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ഞാനും ആ സ്നേഹത്തിലും ബഹുമാനത്തിലും ഉൾപ്പെടുന്ന ഉസ്താദ് ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് മൗലവി അവറുകളെ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഉസ്താദ് ഇ പി അഷ്റഫ് ബാക്കവി, ബിരുദദാനം നിർവഹിക്കാനിരിക്കുന്നവരിൽ നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഉസ്താദുമാർ, അതുപോലെ വേദിയിലുള്ള ബഹുമാന്യരായ സയ്യിദ് അഷ്റഫ് ബാഹസൻ തങ്ങൾ, ഏറെ അഭിവന്ദനായ മുദരിസുമായ പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ അവറുകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം ബാഫക്കി തങ്ങൾ, ബിരുദദാനം നിർവഹിക്കാനിരിക്കുന്ന പണ്ഡിതവര്യനായ ഉസ്താദ് കെ കെ കുഞ്ഞാലി മുസ്ലിയാർ അവറുകളെ, ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എം സുലൈമാൻ മുസ്ലിയാർ വെള്ളിമണ്ണ അവറുകളെ, പരപ്പനങ്ങാടി ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അവറുകളെ, ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് മൊയ്നി, ബഹുമാനപ്പെട്ട വർക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഈ പറയപ്പെട്ടവരും അല്ലാത്തവരുമായി ഒട്ടേറെ പണ്ഡിതന്മാർ വേദിയിലുണ്ട്, അതുപോലെ സദസ്സിലുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വന്യരായ മറ്റു സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, എല്ലാവരോടുമുള്ള എൻ്റെ ബഹുമാനം, ആദരം പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ എളിയവൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഈ ദിവസത്തെ കാത്തു നിന്നവനാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വരുന്നത് സന്തോഷമാണ്. ഈ വേദിയിൽ നിൽക്കുന്നത് വളരെ സംതൃപ്തി നൽകുന്ന കാര്യമാണ്, മനസ്സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അതിനെല്ലാം യഥാർത്ഥമായ നിമിത്തം നിങ്ങൾക്കറിയാം. അത് ഇൽമിയായ സുഗന്ധമാണ്. ഒച്ചപ്പാടുകളും ബഹളങ്ങളും നിറഞ്ഞ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആവശ്യത്തിലേറെ ബഹളങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, ഒരു കുറവുമില്ല. സോഷ്യൽ മീഡിയ കൂടി സജീവമായതോടെ ബഹളങ്ങളുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു, വ്യാപ്തിയും വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ശാന്തിയുടെ കേന്ദ്രങ്ങൾ അന്വേഷിക്കും.
ശാന്തിയുടെ കേന്ദ്രങ്ങളുടെ തേട്ടക്കാരായി നമ്മൾ മാറും. പ്രത്യേകിച്ചും ഇൽമിനെ അനുധാവനം ചെയ്യുന്നവർ, ഇൽമിനെ തേടുന്നവരും ബഹുമാനിക്കുന്നവരും. അങ്ങനെയുള്ളവർക്ക് ഏറെ വിലമതിക്കപ്പെടേണ്ട, അവർ വിലമതിക്കുന്ന സ്ഥാപനമാണ് മർക്കസു ദാറുസുന്ന, സുന്നത്തിൻ്റെ ഭവനം. ഈ ലോകത്തെപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നത് സുന്നത്താണ്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാനാളല്ല. ഞാനിവിടെ ഈ മഹത്തായ സദസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന ആളാണ് എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് കണക്കാക്കിയാൽ മതി. ഇവിടെ വിലപ്പെട്ട സംസാരങ്ങൾ നടക്കാനിരിക്കുന്നു, പ്രഭാഷണങ്ങൾ, ഉത്ബോധനങ്ങൾ, ഓർമ്മപ്പെടുത്തലുകൾ, അറിവിൻ്റെ വലിയതായിട്ടുള്ള സംവാദങ്ങൾ ഒക്കെ പോരാത്തതിന് സനദ് ദാന പ്രസംഗം യുവ പണ്ഡിതന്മാരെ കാത്തിരിക്കുന്നു. സനദ് വാങ്ങുന്ന ഒരു ദിവസം അന്ന് അവിടെ മുഴങ്ങുന്ന ഓരോ വാക്കും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന പണ്ഡിതന്മാരുടെ ഹൃദയങ്ങളിൽ അത് മൻകൂഷ് ആയിരിക്കും, അത് കൊത്തിവെക്കപ്പോട്ടെ പോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നതും പ്രത്യാശിക്കുന്നതും. ഇതിനെല്ലാം സമാപനമായി നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഗ്രാൻഡ് മെസ്സേജ്, ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം, ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം, റിസാലത്തുൻ അളീമ, ഏറ്റവും മഹത്തായ സന്ദേശം, അത് നൽകാനായി എന്തുകൊണ്ടും അതിന് തക്ക യോഗ്യതയുള്ള ആദരണീയനായ ഉസ്താദ് മൗലാന നജീബ് മൗലവി അവർകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് മറ്റു കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. പക്ഷേ ഈ മഹത്തായ സമ്മേളനം മഗ്രിബിന് മുമ്പ് നേരത്തെ തുടങ്ങുകയാണ് സന്തോഷത്തോടു കൂടി. ഉസ്താദ് അവർകൾ എന്നോട് പറയായിരുന്നു, നിങ്ങൾ പറഞ്ഞ 5 മണിയാണ്. ഞാൻ പറഞ്ഞു, ഉസ്താദ് സംസാരിക്കാനാകുമ്പോഴേക്ക് ഇവിടെ ഇതിനേക്കാളൊക്കെ ഒരുപാട് ജനങ്ങൾ വന്ന് നിറഞ്ഞ് ഇതൊരു വലിയ അറിവിൻ്റെ വലിയ ഒരു പൂങ്കാവനമായി, ഇപ്പോൾ തന്നെ പൂങ്കാവനമാണ്, ഒന്നുകൂടി അത് വിപുലീകരിച്ച് വിശാലമായി തീരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ കൂടുന്നതെല്ലാം റബ്ബന തഖബ്ബൽ മിന്ന എന്ന പ്രാർത്ഥനയോടെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ എന്ന് നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് ഈ പരിപാടികളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു സ്ഥാപനത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. എത്രത്തോളം സുന്നത്തിന് പ്രസക്തിയുണ്ടോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് അത്യുത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ തൊട്ട് പിറകെ പറയുന്നത് നമുക്കൊക്കെ അറിയുന്നതാണ്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ഇത് പലപ്പോഴും വേണ്ട പോലെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ആത്മപരിശോധന സമുദായം നടത്തേണ്ടതുണ്ട്. ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മാതൃകയെപ്പറ്റിയുള്ള ഉത്ബോധനം മതിയാക്കാവുന്നതാണ്. പക്ഷേ അതാർക്ക് എന്ന് പ്രത്യേകം തഖ്സീസ് ചെയ്ത് ഖാസാക്കി പ്രത്യേകമാക്കി സ്പെഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിനെയും യൗമുൽ ആഖിറിനെയും മോഹിക്കുന്നവർക്ക്, അതിൽ വിശ്വസിക്കുന്നവർക്ക് പോലും അല്ല, വിശ്വസിക്കുന്നവരൊന്നും മോഹിക്കണമെന്നില്ല. റജാ ആണ്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അന്ത്യദിനത്തെയും അള്ളാഹുവേയും ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് അത്യുത്തമമായ മാതൃകയാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമയുടെ തിരുചര്യ. ഇന്ന് ആ ചര്യ ലോകത്ത് ഏതു കാലത്തും അതുണ്ടായിരിക്കും. അത് മഹ്ഫൂളാണ്, അത് അള്ളാഹു സൂക്ഷിച്ചിട്ടുള്ളതാണ്. ആ ചര്യ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളത്, ഏറ്റവും വലിയ കൃത്യമായ പരിശോധനകൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദൈവദൂതനും ഒരു പ്രവാചകനും
ഒരു മതനായകനും ലഭിക്കാത്ത അത്ര വലിയ ജീവിതത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റേതായ വലിയ ശ്രദ്ധ പുണ്യ റസൂലിൻ്റെ വ്യക്തിത്വത്തിന് ലഭിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് ഉസ്വത്തുൻ ഹസനയാണ്. അത് ഉസ്വത്തുൻ ഹസനയാണ്. അത് ലോകത്തിൻ്റെ മുമ്പിൽ എപ്പോഴും മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. സൂക്ഷ്മമായിട്ട് ആളുകൾക്ക് കാണാൻ സാധിക്കണം. ഹദീസ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഹദീസിൻ്റെ നിദാന ശാസ്ത്രം, ഇൽമുൽ ഹദീസ്, ഹദീസിൻ്റെ ഉസൂൽ, അതിന് മുൻഗാമികളായ പണ്ഡിതന്മാർ കൽപ്പിച്ച പ്രാധാന്യം, ഒരു ഹദീസ് ശേഖരിക്കുന്നതിൽ, അതിനെ സ്വീകരിക്കുന്നതിൽ അവർ പുലർത്തിയ നിഷ്കർഷ ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ആ ഹദീസിനോടുള്ള താല്പര്യത്തിൻ്റെ പേരിലാണ് അഇമ്മത്തിൻ്റെ പോലും ഫള് പിൽക്കാല സമൂഹം നിശ്ചയിക്കുകയുണ്ടായത്. ഹദീസിനെ എത്രത്തോളം അവർ സ്വീകരിച്ചുവോ, ഇമാം ഷാഫഈ, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാം ഷാഫഈ റഹിമഹുല്ലായാകട്ടെ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇവരൊക്കെ തന്നെ മുഹയ്യിസ്സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിന് നൽകപ്പെട്ടിട്ടുള്ള വിശേഷ നാമമാണ് സുന്നത്തിനെ ജീവിപ്പിക്കുന്നവർ. എത്ര കൃത്യമാണ്! എല്ലാം അടങ്ങുന്നത് ആ സുന്നത്തിലേക്കാണ്. ആ സുന്നത്താണ് ലോകത്ത് വെളിച്ചമായിട്ട് നിൽക്കുന്നത്. എന്തുണ്ടായാലും എന്ത് സംഭവിച്ചാലും ഇരുട്ടത്ത് ആ വെളിച്ചം ജ്വലിച്ച് നിൽക്കുകയാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ മുമ്പ് കാലത്തൊന്നുമില്ലാത്ത വിധത്തിൽ തെറ്റിദ്ധാരണകൾ പരത്താനും പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടത്താനുമൊക്കെ പൈശാചിക ശക്തികൾ ഏത് കാലത്തും ഉണ്ടായിരിക്കും. അബൂലഹബിൻ്റേതായിട്ടുള്ള പ്രവർത്തനം ഖിയാമത്ത് വരെ ഉണ്ടായിരിക്കും. അബൂലഹബ് എന്താ ചെയ്തത്? പുണ്യനബി നടന്നു പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ട് മക്കയിലേക്ക് വന്ന ഒരാൾ പറയുകയാണ്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾക്ക് അറിഞ്ഞുകൂടായി മക്കയിലേക്ക് വന്നൊരു അപരിചിതൻ, എന്താ ഈ കാണുന്നത്, എന്താ ഈ കാണുന്നത്? ഒരാൾ പറയാണ്, ആ പോണത് ഇന്ന ആളാണ്, ആ പോണത് ഇന്ന ആളാണ്, ആ പോണത് ഭ്രാന്താണ്, ആ പോണാക്ക് വിവരില്ല, അങ്ങനത്തെ ആളാണ്, അങ്ങനത്തെ ആളാണ്, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണിത്, എന്തായി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മക്കക്കാരനായ ഒരാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് അറിയില്ലേ, ആ നടന്നു പോകുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിറകെ നടന്ന് ഈ ആക്ഷേപിക്കുന്ന വ്യക്തി നബിയുടെ നേരെ പിതൃവ്യനാണ്, പിതാവിൻ്റെ സഹോദരനാണ്. ഈ പണിയാണ് ലോകത്ത് അന്ന് നടന്ന പണി, ഇന്ന് നടക്കുന്ന പണി. അതുകൊണ്ട് ഖുർആൻ തന്നെ അതിനെ പരിഗണിച്ചു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. പരിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നു. അതിനെ ഞാൻ നാളെ വേറെ ആരും കൈകാര്യം ചെയ്യേണ്ടതില്ല. നബി സുന്നത്തിനെതിരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി വ്യക്തിത്വത്തിനെതിരെ എന്തൊക്കെ ലോകത്ത് ഏത് കാലത്തും ഉണ്ടാവട്ടെ, അതിൽ എന്താണ് ഇതിൻ്റെ അന്തിമത്വം എന്നുള്ളത്? സതീ സകാർ റഹാ ഹേ അസൽ സെ താമുറൂസ് കചറാഗെ മുസ്തഫവി സെ ശറാർ അബൂ ലഹബി എന്ന കവിവാക്യം. കവിത നമുക്ക് ആവശ്യമായി വരുന്നത് ചിലപ്പോൾ ആവശ്യങ്ങൾ ചുരുക്കി പറയാനാണ്. നമ്മൾ ഒരുപാട് പറയണത് ഒരു ഷെയറിൽ, ഒരു ബെയ്ത്തിൽ വളരെ മുഖ്തസറായിട്ട് പറയാനായിട്ട് സാധിക്കും. ലോകത്തൊരു ഏറ്റുമുട്ടൽ പണ്ട് കാലം മുതൽ നടക്കുന്നുണ്ട്. അസൽ സെ, അതൊന്നും നല്ലും തുടങ്ങിയതല്ല, എന്നുണ്ടായിരിക്കും. താമുറൂസ്, അതെന്നും ലോകത്തുണ്ടായിരിക്കും. കചറാഗെ മുസ്തഫവി സെ, മുസ്തഫാൻ്റെ വിളക്കുമായിട്ട് അബൂലഹബിൻ്റെ ഷെറുകൾ ഏറ്റുമുട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ വിളക്ക് കത്തും. ആ വിളക്കാണ് സുന്ന, ആ വിളക്കാണ് നബിചര്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ആ വിജ്ഞാനത്തെയാണ് ഇവിടെ ജീവിപ്പിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം എന്ന് ഞാൻ പറയല്ല, എനിക്ക് വളരെ തൃപ്തിയുണ്ടായി. ഈ തവണ ഈ ദാറുസുന്നയുടെ പരിപാടിയുടെ ഒരു അജണ്ട, സെമിനാർ ദിവ്യപ്രകാശമാണ്, അണയില്ല, പ്രകാശമാണ്. കചറാഗെ മുസ്തഫവീസെ, മുസ്തഫാൻ്റെ ദീപമാണ്, വെളിച്ചമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അണയില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം
വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അള്ളാഹുവിൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുക. ഊതിയിട്ട് ബി അഫ്വാഹിഹിം, അവരെ വായ കൊണ്ട്, അവരുടെ വൃത്തികെട്ട വായ, നാവ്, അത് എന്താ കൊണ്ട് കഴിയുക? ഒരു മനുഷ്യൻ്റെ, ഒരു സൃഷ്ടിയുടെ വായ കൊണ്ട്. അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും കൂടി ചേർന്നാലും അത് സൃഷ്ടികളുടെ വായയാണ്. അത് എത്ര ലിമിറ്റഡ് ആയിരിക്കും, എത്ര ലഈഫായിരിക്കും, എത്ര ബലഹീനമായിരിക്കും. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഈ രണ്ടായത്തും ചെന്ന് അവസാനിക്കുന്നത് വലൗ കരിഹൽ കാഫിറൂൻ വലൗ കരിഹൽ മുശ്രികൂൻ. നിഷേധികൾ വെറുത്താലും ശരി, ബഹുദൈവത്വവാദികൾ വെറുത്താലും ശരി, ആ കറാഹിയത്ത്, ആ വെറുപ്പ് അവിടെ ഉണ്ടായാലും ശരി, അതുണ്ടായിരിക്കും, അതിന് അതിര് കടക്കും. എന്നിട്ട് ഈ വെളിച്ചം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അല്ലാഹു എന്നുള്ള വാഗ്ദാനം നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇൽമ പഠിക്കുന്നവർക്ക് എന്തൊരു രസമാണ്, എന്തൊരു സമാധാനമാണ്. മുതിമ്മു നൂരിഹി, അത് വെളിച്ചമാണ്, പൂർത്തീകരിക്കപ്പെടുന്ന വെളിച്ചമാണ്, അണയില്ല എന്ന് ഇവിടെ ഒരു സെമിനാറിന് എങ്ങനെയാണോ ബഹുമാനപ്പെട്ട സംഘാടകരായ വ്യക്തികൾ അതിന്, പണ്ഡിതന്മാർ, ഉസ്താദുമാരതിന് ശീർഷകമായി നൽകിയത്, അതാണ് ഈ ഖുർആൻ്റെ ആയത്തിൻ്റെ തഫ്സീർ പെടുന്ന കാര്യമാണതൊക്കെ. അപ്പോൾ അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കും. അതേമാതിരി എനിക്ക് ഇതിൽ തിരുജീവിതത്തിൽ നിന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് ഏതൊക്കെ നമ്മുടെ സമുദായത്തിലെ സംഘടനാ നേതാക്കളെ, പണ്ഡിതരെ എവിടെ വെച്ച് കാണുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ഒറ്റ കാര്യമാണ് അവരോട് പറയാറുള്ളത്. നിങ്ങൾ പുണ്യനബിയുടെ സീറ ശ്രദ്ധിക്കാറുണ്ടോ? അത് പുതിയ പഠനങ്ങൾക്ക് അവസരം കൊടുക്കാറുണ്ടോ? നിങ്ങളവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക്, യുവ പണ്ഡിതന്മാർക്ക് സീറത്തുർ റസൂലിൽ നിങ്ങൾ പ്രത്യേക ശിക്ഷണം കൊടുക്കുന്നുണ്ടോ? പുണ്യ റസൂലിൻ്റെ വ്യക്തിത്വത്തിനെതിരെ ഞാൻ അതിനേക്കാളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ അവിടെ പറയണില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന, ആകെ എടുത്തു നോക്കിയാൽ മലയാളത്തിലായിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ നബി നിന്ദ നടക്കുന്നതെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് അതിൻ്റെ അവസരമല്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ സംഘടനകൾക്ക് പഞ്ഞമില്ല, സ്ഥാപനങ്ങൾക്ക് പഞ്ഞമില്ല, ഈ കേരളക്കരയിൽ സന്നാഹങ്ങൾക്ക് പഞ്ഞമില്ല. ഇഷ്ടം പോലെ സന്നാഹങ്ങളാണ്, വിഭവങ്ങളാണ്, റിസോഴ്സസാണ്. ഞാൻ ചോദിക്കാറുണ്ട്, ഇത് ചോദിക്കുന്നത് ഒരു കടമ പോലെ എനിക്ക് എന്നെപ്പറ്റി തോന്നാറുണ്ട്. ഞാൻ എവിടെ ഒരു 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 റമദാനിലെ ഇഫ്താറിന് കണ്ടാലും ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദ് നജീബ് മൗലവി അവർകൾ ഇത്തരം പരിപാടികളിലൊക്കെ നേതൃരംഗത്ത് പങ്കെടുക്കുന്നവരാണ്. ചിലപ്പോഴൊക്കെ അത്തരം സദസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു എളിയ ആളെന്ന നിലയിൽ മറ്റു സംഘടനകളുടെ ഒക്കെ പണ്ഡിതന്മാരിൽ ബന്ധമുള്ളവരോട് ഇത് പങ്കുവെക്കുന്നത് എൻ്റെ ഒരു അടുത്ത കാലത്തെ എൻ്റെ വ്യക്തിപരമായ ഒരു നിഷ്ഠയായിട്ട് കൊണ്ടുനടക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കോട്ടക്കല്ലിൽ നമ്മൾ മക്കർ റഹ്മത്തുല്ലാലമീൻ കേന്ദ്രം, അവിടെ നമ്മൾ മാസത്തിൽ 2 തവണ സീറ ഞായറാഴ്ച ചെറുപ്പക്കാരെ വിളിച്ച് ഞങ്ങൾ ഇരുന്ന് ഒരു പരിപാടി, ഒരു പഠനം, ഒരു അന്വേഷണം, ഒരു ചർച്ച ഒക്കെ നടത്താറുണ്ട്. ഞാൻ അതിലേക്കും കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ വലിയ ഒരു സമാധാനം തോന്നി തിരുജീവിതത്തിൽ നിന്ന്. തിരുജീവിതം, ആരോപണങ്ങൾ, മറുപടികൾ, വൈവാഹികം, ജിഹാദ്, സംശുദ്ധ ജീവിതം, ഇതൊക്കെയാണ് വേണ്ടത്. ഞാൻ കേരളക്കരയിൽ കാലങ്ങളായിട്ട് ഓതിയ ഒരു ഹദീസ് ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഞാൻ കേരളത്തിലെ സഹോദരങ്ങളുടെ സദസ്സിൽ മുമ്പിൽ വെച്ചിട്ടുള്ളതാണ്. അഫ്ളലുൽ ഉലൂമി ഇൽമുൽ ഹാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ മൊഴിഞ്ഞിരിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അവസ്ഥയെക്കുറിച്ചുള്ള അറിവാണ്, സാഹചര്യത്തെക്കുറിച്ചുള്ള അറിവാണ്. അറിവ് 2 ഉണ്ട്. ഒന്ന് പ്രമാണങ്ങൾ അറിയുക എന്നുള്ളത്. പ്രമാണങ്ങൾ അറിയൽ വളരെ പ്രധാനമാണ്. ഉസൂലു ദീനാണത്. അതില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉസൂലുൽ ഫിഖ് ഉണ്ട്, ഉസൂലുൽ ഹദീസ് ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഒരടി മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷേ
ഇത് അറിഞ്ഞിട്ട് ഒരടി മുന്നോട്ടെടുത്തു വെക്കുന്ന ആ അടി ശരിയായ കാലെടുത്തു വെക്കണമെങ്കിൽ ഏത് ഹാലിലേക്കാണ് ഞാൻ ആ കാലെടുത്ത് വെക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതറിയാതെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഫലമില്ല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ ചില ഹദീസിൻ്റെ ഒരു കഷ്ണം മതി അത് തിരുദൂതരാണെന്ന് തെളിയിക്കാനെന്നാണ് ഞാൻ പലപ്പോഴും എൻ്റെ എളിയ മദ്ഹുർ റസൂലിൻ്റെ സദസ്സുകളിൽ പറയാറുള്ളത്. റസൂലുള്ളാഹിൻ്റെ മുഅ്ജിസത്തിൻ്റെ തെളിവ് ഒരു ഹദീസ് പോലും അല്ല, ഹദീസിൻ്റെ ഒരു പീസാണ്. ഞാൻ അബുദാബിയിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം. റസൂലുള്ളാഹിൻ്റെ മദ്ഹിനായിട്ട് പോയതാണ്. വളരെ വിപുലമായി അത് വല്ലാത്തൊരു സന്തോഷം ഞങ്ങളോട് പറയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ എടുക്കുന്ന പണിയാണിത്. എൻ്റെ ജീവിതത്തിലെ ഞാൻ എടുക്കുന്ന ഏറ്റവും വലിയ പണിയാണിത്. ഞാൻ എൻ്റെ കൽബ് കൊണ്ട് റൂഹ് കൊണ്ട് എടുക്കുന്ന പണിയാണത്. അത് ഞാൻ ഒരുപാട് കൊല്ലങ്ങളായിട്ട് എടുക്കുന്നു. അള്ളാഹു അതിൽ തന്നെ മരിപ്പിക്കട്ടെ എന്നാണ് എൻ്റെ ദുആ. നിങ്ങളുടെ ദുആയിലൊക്കെ എന്നെയും ഓർക്കണം പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ. അപ്പം ഞാൻ മടങ്ങി വരുമ്പോൾ ഒരു ഉംറക്ക് പോകുന്നുണ്ട് ഒരാൾ. വിമാനത്തിലേക്ക് വരുമ്പോൾ ബസ്സിൽ ഇരിക്കുകയാണ്. ദുബായിൽ എയർപോർട്ടിൽ നല്ലൊരു മനുഷ്യൻ ഉംറക്ക് പോവാണ്. അവിടുത്തെ ഒരു ഇമാറാത്തിയാണ്. അപ്പം അങ്ങനെ ഓരോന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് വന്നിട്ടില്ല, ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട്. ഞാൻ കാണേണ്ട കാര്യമില്ല, നിങ്ങളെ നാട്ടുകാരെൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ പരിചയത്തിൽ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ ഖബറു കൽ മുആയന. കണ്ണുകൊണ്ട് കാണുന്ന പോലല്ല ഒരു സംഗതിയെക്കുറിച്ചുള്ള വാർത്ത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തൊരു അത്ഭുതമായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഹദീസുകളുടെ ഒരു കഷ്ണം മതി തെളിയാൻ. എന്ത്? ഇത് അള്ളാഹിന്റെ റസൂലാണ്. ഈ ഒരൊറ്റ ഹദീസിന്റെ കഷ്ണം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആധുനിക ജേർണലിസം വരെ വ്യാഖ്യാനിക്കാം. ലൈസൽ ഖബറു കൽ മുആയന. ഇത് പണ്ഡിതന്മാരുടെ സദസ്സാണ്. അങ്ങനെ എത്ര അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ, അങ്ങനെയുള്ള ഹദീസുകൾ. ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളവരോട് പറയാറുണ്ട്, എൻ്റെ സ്റ്റാഫിനോട്, അൽ മുസ്തഷാർ അൽ മുഅ്തമൻ. നിങ്ങളൊരാളോടൊരു വിഷയത്തിൽ കൂടിയാലോചിക്കുകയാണെങ്കിൽ അയാൾ അമാനത്തുള്ള ആളായിരിക്കണം. നമ്മൾ വിശ്വസ്തരല്ലാത്ത ആളുകളോട് കൂടിയാലോചിക്കാൻ പോകരുത്. എന്തിനാ നമ്മൾ കൂടിയാലോചിക്കുന്നത്? നമുക്കൊരു വിഷയത്തിൽ ശരിയായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരാനാണ്. ശരിയായ വഴി നമുക്ക് തെളിഞ്ഞു കിട്ടാനാണ് മുഷാവറ. പക്ഷെ ആ മുഷാവറക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് അമാനത്തുള്ള ആളായിരിക്കണം, വിശ്വസ്തരായിരിക്കണം എന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്തിലേക്കാണ് ചൂണ്ടുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കണം, അന്വേഷണങ്ങൾ നടക്കണം, യഥാർത്ഥ സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇൽമിനുള്ള സൗകര്യങ്ങൾ ധാരാളമുണ്ട്, സ്ഥാപനങ്ങൾ സൗകര്യങ്ങളുണ്ട്. പക്ഷേ കുറഞ്ഞു വരുന്നത് ഇൽമിയായ സംസ്കാരമാണ്. ദാറുസുന്നയിലെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഫാരിഗായി പോകുന്നവർ തഹസീൽ എന്നാണല്ലോ പണ്ടൊക്കെ പറയാ. അങ്ങനെയാണ് പറയാ, തഹസീലാവുക. ഹാസിലാകുക എന്ന് പറഞ്ഞാൽ നേടുക എന്നാണ് അർത്ഥം. അപ്പൊ തഹസീലാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നേട്ടം കൈവരിക്കുന്നു എന്നാണ് അതിലൂടെ അർത്ഥം വെക്കുന്നത്. ഒരാളൊരു സ്ഥാപനത്തിൽ നിന്ന് ബിരുദം പറ്റി പോകുമ്പോ, സനത് വാങ്ങി പോകുമ്പോ തഹസീലായി, ഇന്നന്ന കോളേജിൽ നിന്ന്, ഇന്നന്ന ജാമിയയിൽ നിന്ന്, ഇന്നന്ന സ്ഥാപനത്തിൽ നിന്ന് തഹസീലായി എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് കേട്ടോ നമ്മളെ നാട്ടിലെ തഹസീൽദാർ എന്നുവെച്ചാൽ. അങ്ങനെയാണ് ആ വാക്ക് വന്നതെന്നാണ് ഞാൻ പറയണത്. ഇതന്നെയാണ് രണ്ടും ഒന്നാന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വാക്കൊക്കെ അറബി ഭാഷയിൽ നിന്ന് വന്നതാണ്. തഹസീൽദാർ ഒരുപാട് ഭരണക്രമത്തിലെ വാക്കുകൾ അറബിയാണ്. താലൂക്ക്, തഹസീൽദാർ, ജില്ല, ഇതും ഈ കൂട്ടത്തിൽ നിന്ന് പഠനം നടത്തണം. കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ബഹുസ്വര സംസ്കാരത്തിനെതിരെ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ ബഹുസ്വര സംസ്കാരത്തെ നിലനിർത്താൻ ഈ സാംസ്കാരികമായ പ്രത്യേകതകളെ പറ്റിയെല്ലാം പഠനം നടക്കണം. അതുകൊണ്ട് മനുഷ്യൻ വൻ തോതിലുള്ള വിപത്തിലേക്ക്, ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തുമ്പോ രക്ഷാമാർഗം ഇങ്ങനെയുള്ള അറിവുകളാണ് എന്നുള്ളത് ജനങ്ങൾക്ക് നിരന്തരം പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ എല്ലാറ്റിനെയും നിഷേധിച്ചുകൊണ്ട്, എല്ലാ മൂല്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു നിഷേധത്തിന്റെ ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് പിശാച് നടത്തുന്നത്. പൈശാചിക വ്യവസ്ഥ ലോകത്ത് സജീവമാണ്. സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്നുകൊണ്ട് നടത്തുന്ന ദുആ അടുത്തൂടെ കടന്നു പോകുന്ന ഒരാൾ കേൾക്കാനിടയായി. സുജൂദിൽ തസ്ബീഹിന് ശേഷം ദുആകൾ അധികരിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ, മോഷണം, സിന, വ്യഭിചാരം തുടങ്ങിയ പാപങ്ങളിൽ നിന്നെല്ലാം എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. കേട്ടൊരാൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇതിന്നൊക്കെ അഭയം തേടേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫضലുണ്ട്. ആ സഹാബത്തിനെ തർബീത്ത് ചെയ്ത അള്ളാഹിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയോ കാര്യങ്ങളിൽ വലിയ ശിക്ഷണമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാതിരി പാപങ്ങളിലേക്ക് അവർ മഅസൂമാണെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല സഹാബത്ത്. എന്നാലും മഅസൂമായ പുണ്യ റസൂലിന്റെ ചുറ്റുവട്ടത്തുള്ള സഹാബത്തിനെ കുറിച്ച് നമുക്കൊരു അഖീദയുണ്ട്. അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശുദ്ധന്മാരാണ്. അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശുദ്ധന്മാരാണ് പുണ്യ നബിയുടെ സഹാബത്ത് എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ ആയിരിക്കണം അത്. കാരണം ഈ സന്ദേശം നമുക്ക് എത്തിച്ചു നൽകിയത് അവരാണ്. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറയാറുള്ള വാക്ക് അഫ്ളലുൽ ബശറി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് എന്നാണ്. അംബിയാ കഴിഞ്ഞാൽ ഈ ബശർ മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് നമ്മുടെ അഖീദയാണ്. അത് നമ്മുടെ അറിവ് മാത്രമല്ല, സഹാബത്തിനോടുള്ള ആദരം. ആ സഹാബികളിൽ പുണ്യ റസൂലിനോട് ഏറ്റവും അധികം ഇടപഴകിയ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാതിരി കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുന്നത് കണ്ടപ്പോ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ശേഷം എന്തിനാ നിങ്ങൾ ഇതൊക്കെ അഭയം തേടുന്നത് എന്ന് ചോദിച്ചപ്പോ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു എന്നാണ്, ശൈത്താൻ ജീവിച്ചിരിക്കെ ഈ വക കാര്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ മുക്തനാണെന്നതിന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുമോ? അപ്പൊ ശൈത്താൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ ലോകത്തെ പറ്റിയുള്ള ഘടന പിശാചിന്റെ ഘടനയാണ്. പിശാചിന്റെ ഘടനയാണ്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പിശാച് തന്റെ അനുയായികളെ വിളിച്ച് ചോദിക്കും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. ഓരോ ദിവസത്തെയും എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എല്ലാ ദിവസവും മീറ്റിംഗ് കൂടുന്ന ഒരു സംഘം ഈ ലോകത്തുള്ളത് ഇബ്ലീസിന്റെ വ്യവസ്ഥയാണ്. അവരുടെ ഒരു ആഗോളതലത്തിലുള്ള യോഗം എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഇന്നെന്തൊക്കെ ചെയ്ത്, സാധാരണഗതിയിൽ ഒരു സ്ഥാപനം, അതിന്റെ നേതാക്കന്മാർ അതിൽ അനുയായികളൊക്കെ വിളിച്ചിട്ട്, അതിലെ വ്യത്യസ്ത സ്റ്റാഫിനെ വിളിച്ചിട്ട് നീ എന്ത് ഡ്യൂട്ടി ചെയ്തു, നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുന്ന പോലെ ഇബ്ലീസ് തന്റെ അനുയായികളോട്, മക്കളോട്, സന്തതികളോട് ചോദിക്കും ഇന്ന് എന്തൊക്കെ ചെയ്തു. അപ്പൊ ഓരോരുത്തർ ഓരോന്ന് ചെയ്യാൻ തുടങ്ങും. ഒരു ഭാര്യയെയും ഭർത്താവിനെയും ഞാൻ പിണക്കി വിട്ടു, അവരെ തമ്മിൽ തല്ലിപ്പിച്ചു. ഒരു ശൈത്താൻ പറയും, ഇബ്ലീസ് തൃപ്തനാവും. അതുപോലും ഇബ്ലീസിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. മറിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ രണ്ടാളെ പരസ്പരം ശത്രുക്കളാക്കി എന്ന് ഇബ്ലീസ് പറയുമ്പോഴേക്ക് അയാളെ, ആ അനുയായിയെ, ഒരു അനുയായി പറയുമ്പോഴേക്ക് അയാളെ ഇബ്ലീസ് അഭിനന്ദിക്കുമെന്നാണ് ഷഫീഉൽ വറാ ഖൈറുൽ വറാ താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഘടനയാണ്. പിശാചിന്റെ ഒരു സിസ്റ്റം വളരെ ആക്റ്റീവാണ്. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഈ നബി നിന്ദ. എന്തൊക്കെയാ പടച്ചുണ്ടാക്കുന്നത്? ഹദീസുകൾ അവിടെ കേട്ടത് ഇവിടെ കേട്ടത് പഠിക്കാതെ ഓരോന്നെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ച് അവർക്ക് എന്ത് ഹദീസ്. അപ്പൊ അവിടെ കൂടുതൽ ഈ ബാധ്യത വർദ്ധിക്കുകയാണെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഹദീസിലേക്ക് കൂടുതൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു.
അതുപോലെ എപ്പോഴും ഞാൻ ദാറുസുന്നയുടെ അതുപോലുള്ള നമ്മുടെ സംഘടനകളുടെ, നമ്മുടെ പണ്ഡിതന്മാരുടെ, ഉസ്താദ് മൗലാന നജീബ് ഉസ്താദിന്റെ ഒക്കെ പ്രവർത്തനത്തിൽ കണ്ടിട്ടുള്ളത് ഫിഖ്ഹിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഫിഖ്ഹിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ശറഅ്, ശരീഅത്ത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായി ഇൽമിയായ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അത് ഫിഖ്ഹാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കിതാബ് റെഫർ ചെയ്യായിരുന്നു. അതിൽ സിദ്ധാന്തിക്കുന്നത്, ഇപ്പോൾ ചിലർക്കൊരു ധാരണ ഉണ്ട്, ഈ തസവുഫ് എന്ന് പറയുമ്പോൾ അത് കേവലം വെറും ആത്മീയമാണ്, അതിലേക്ക് പോയാൽ പിന്നെ ഫിഖ്ഹിന്റെ ആവശ്യമില്ല. അത് ശരീഅത്തിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് ഇന്ന് നടക്കുന്ന മാതിരിയുള്ള ചില സൂഫി സംഗതികളെ കെട്ടിപ്പടുക്കാൻ ഇന്നിപ്പോൾ ശരീഅത്തിനുള്ളടത്തൊക്കെ പോയിരിക്കണ്. ഇന്ന് മതം തന്നെ വേണ്ട എന്നാണ് പറയണത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തസവുഫിനോട് ചേർത്തുകൊണ്ട് അതൊരു പ്രത്യേക മതത്തിന്റെ അല്ല, അതൊരു പൊതു ആത്മീയ ഏർപ്പാടാണ്. ശരിയാണോ? അങ്ങനെ പറയാൻ ഏത് കാലത്തും തസവുഫിന്റെ അഇമ്മത്ത് അവർ ശറഇൽ ഊന്നി നിന്നവരും ശരീഅത്തിന്റെ കൂടി വക്താക്കൾ എന്ന് പറഞ്ഞാൽ പോരാ, ഫിഖ്ഹിൽ വളരെ വളരെ ഊന്നി നിന്നവരായിരുന്നു. ഏത് എടുത്താലും ഒരു തരീഖത്തിന്റെ ശൈഖും തന്റെ മുരീദമാർക്ക് ബൈഅത്ത് കൊടുക്കുമ്പോ ഞാൻ പുണ്യനബിയുടെ ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ, അതിലൂന്നി നിന്നുകൊണ്ടല്ലാതെ ബൈഅത്തിന്റെ ലഫ്ളുകളുണ്ട് ഏത് സിൽസിലയിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശറഇനെ ഊന്നി പറയുന്നതാണ്. ഈ ശറഇനെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യവസ്ഥ ലോകത്ത് കെട്ടിപ്പടുത്ത് നിലനിർത്തണമെങ്കിൽ ഫിഖ്ഹിലേക്ക് മടങ്ങേണ്ടതുണ്ട്, ഫിഖ്ഹിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് മൗലാന നജീബ് മൗലവി അവർകളും ദാറുസുന്നയിലെ മറ്റു പണ്ഡിതന്മാരുമെല്ലാം ഫിഖ്ഹിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നു. നിലനിൽക്കുന്നതും ഫിഖ്ഹാണ്. ഫത്ഹുൽ മുഈൻ എടുത്ത് നോക്കുക. നമ്മൾ ഇവിടെ മുഈനി എന്ന് നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ നിന്ന് ഫാരിഗായി അവർ തഹസീലായി പോകുമ്പോൾ അവർക്ക് പറയുന്നു എന്ന് കേൾക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഒരു കിതാബിന്റെ പേരിൽ നിന്ന് ഒരു സനദ്, ഒരു ബിരുദം, ഒരു ഡിഗ്രി ഉണ്ടായി വരികയാണ്. ഫത്ഹുൽ മുഈൻ കേവലം ഒരു കിതാബല്ല, അതൊരു സർവകലാശാലയാണ്, അത് ഫിഖ്ഹിന്റെ യൂണിവേഴ്സിറ്റിയാണ്. അതൊരു കേരളീയനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ അതിൻ്റെ മുസന്നിഫായി എന്നുള്ളത് കാലാകാലം മുഴുവൻ കേരളീയർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത്ര വലിയ ഒരു ഗ്രന്ഥം അത് നിലനിൽക്കുന്ന കണ്ടില്ലേ? ഫത്ഹുൽ മുഈന് എത്ര വ്യാഖ്യാനങ്ങൾ ഉണ്ടായി, ലോകത്ത് എത്ര പേര് ഫത്ഹുൽ മുഈനിൽ ദർസ് നടത്തി. എന്താണ് ഓതുന്നത് എന്ന് ചോദിച്ചാൽ ഫത്ഹുൽ മുഈൻ എന്ന് പറയാൻ എന്തൊരു അഭിമാനമാണ്. ഷാഫിഈ ഫിഖ്ഹിൽ വേറെ കിതാബുകൾ ഇല്ലാത്തതുകൊണ്ടാണോ ഈ ഒരു കേരളക്കാരൻ എഴുതിയ ഒരു ഗ്രന്ഥം ഇത്രമേൽ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്? കാരണം അത് ഫിഖ്ഹിന്റെ ഇൽമാണ്. ഫിഖ്ഹിന്റെ ഇൽമ് അടിസ്ഥാനപരമായ ഇൽമാണ്. ഒരു ഫിഖ്ഹിൽ നിന്നാണ് ജീവിതത്തിന്റെ സകല നന്മകളും ഉണ്ടായിത്തീരുന്നത്. ഒരു വദൂ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, വളരെ പ്രാഥമികമായ കാര്യമാണല്ലോ വദൂ. ഒലുടുക്കുക, ഒലുറപ്പിക്കുക എന്നാണ് പണ്ട് നമ്മൾ ആളുകൾ ഉപയോഗിക്കുന്ന വാക്ക്, ഒലുറപ്പിക്കുക. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? അതിന് പൂർണ്ണതയിലേക്ക് പോകുമ്പോൾ ആത്മീയമായി. അതുകൊണ്ടാണ് ശറഇനെ, ശരീഅത്തിനെ സ്ഥാപിക്കലാണ്. എന്താണ് തസവുഫ് എന്ന് ചോദിച്ചപ്പോൾ ഇമാം റബ്ബാനി മുജദ്ദിദ് അൽ ഫതാനി ഷെയ്ഖ് അഹ്മദ് സർഹിന്ദി റഹിമഹുല്ലാ എനിക്ക് തോന്നുന്നു ഏത് കാലത്തും തസവുഫിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല നിർവചനമാണ് ശരീഅത്തിനെ നീ നിന്റെ ഖൽബിൽ ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ് തരീഖത്ത്, തസവുഫ് എന്ന് പറയണ്ടായി. ഖൽബിൽ ഉറപ്പിക്കുക. അമലുകളെ നമ്മൾ ശരീരത്തിലും ജീവിതത്തിലും ഉറപ്പിക്കുന്നുണ്ട്. അത് ഖൽബിൽ ഉറപ്പിച്ച് നിർത്തുമ്പോൾ ആ നിസ്കാരത്തെ, ആ ഇബാദത്തിനെ, ആ നിയ്യത്തിനെ, അതുകൊണ്ടായിരിക്കണം ഇത്ര വലിയ പ്രാധാന്യം. ഇപ്പൊ വദൂ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരിക്കൽ പറയണ്ടായി, ഒരാൾ ശരിയായ രീതിയിൽ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂഇനെ കുറിച്ച് പറയുന്നിടത്ത് ഒമൻ അഹ്സനൽ വുളൂഅ, ആര് വുളൂവിനെ നന്നാക്കിയോ എന്നൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ചിലയിടത്ത് പ്രത്യേകം ഊന്നി പറയുന്നു, ഒന്നെടുത്തു എന്ന് പറയുന്നു. തവല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നെടുത്തു എന്നായി. പക്ഷേ ആര് നന്നായി ഒന്നെടുത്തുവോ, ഖുബാ മസ്ജിദ് സന്ദർശിക്കാൻ പോകുന്നതിൻ്റെ ഖുബയിൽ 2 റക്അത്ത് മസ്ജിദുൽ ഖുബയിൽ നിസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരാണത്. എപ്പോഴും ഖുബയിൽ പോകില്ലല്ലോ, അത് മസ്ജിദുൽ ഖുബയിൽ പോകുമ്പോഴേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആര് നന്നായി വുളു എടുത്ത് ഖുബയിലേക്ക് പുറപ്പെടുന്നുവോ, അഹ്സനൽ വുളൂഅ. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒരു ശരിയായ വുളു ഉണ്ട്, അങ്ങനെ അല്ലാത്തൊരു വുളുവുമുണ്ട്. ശരിയായ വുളു ഫിഖ്ഹിൽ പഠിപ്പിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ അങ്ങനെ തേച്ച് കഴുകണം, ഇങ്ങനെ തേച്ച് കഴുകണം, അവിടെ നനയണം, ഇവിടെ നനയണം, നനയാത്ത ഭാഗം ഉണ്ടായിക്കൂടാ. ഇതൊക്കെ ചെറുതെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയോ? ഒരാൾക്കും പറയാൻ കഴിയില്ല. കോവിഡ് വന്നപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെ ആളുകൾ അറപ്പോടെ കാണാൻ തുടങ്ങി. ഒരിക്കലും കൈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തൊടാത്ത ആളുകൾ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ആ ചുമര് തൊട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ കോണിയിൽ പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, എന്നിട്ട് നേരെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്നു. നമ്മളൊക്കെ എത്രയോ ഭക്ഷണ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. കോവിഡ് വന്നപ്പോ ലോകത്ത് എന്നുകൊണ്ടൊരു കോവിഡ് സാഹചര്യം എന്നാണ് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നല്ലോ. എന്നല്ലാത്തത് ശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞോ വൈറസ് ഇല്ലാതായി എന്ന്? ഇപ്പോഴും കോവിഡ് ഉണ്ടെന്നാണ്. കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്തൊരു ജലദോഷം വ്യാപകമായിട്ട് വന്നു, വ്യാപകമായിട്ട് ആളുകൾക്ക് പനി. ആരും കോവിഡ് എന്ന് വിളിച്ചില്ല, കൊറോണ എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അത് കൊറോണ പോലെ തന്നെയാണെന്നാണ് മെഡിക്കൽ സയൻസ് രംഗത്തെ വിദഗ്ധന്മാർ പറയുകയുണ്ടായത്. ഇതൊന്നും നിലനിൽക്കുന്നില്ലേ? അതുകൊണ്ട് അത് ഉണ്ടാവട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ, ഏത് കാലത്തും നമ്മുടെ പഴയ ഉസ്താദുമാര് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ അല്ലേ വെറുതെ കൊടയും വെള്ളം, കയ്യ് വളരെ ശുദ്ധിയാണ്, ഒന്നെടുത്ത് വന്നിരിക്കുകയാണ്, എന്നിട്ടും കൊടയും. ഇത്തരം കാര്യങ്ങളുടെ മഹത്വം ലോകത്തിന് കൂടുതൽ തിളങ്ങുകയാണ്. ഉസ്വത്തുൻ ഹസന, ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയാണ്. ഒരു ഷെയ്ഖാൻ്റെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു മുസാഫഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ ഒക്കെ മഹത്വം ഓരോന്നും തിളങ്ങി നിൽക്കുകയാണ്. അള്ളാഹു എനിക്ക് ഉത്തമമായ അനുഗ്രഹങ്ങൾ നൽകി. പരിശുദ്ധ റസൂലിൻ്റെ പ്രത്യേകമായ ഹദീസിൽ പറയുകയാണ്, അള്ളാഹു എനിക്ക് പ്രത്യേകമായ പദവികളും അനുഗ്രഹങ്ങളും നൽകി. അതിൽ പറയുന്നു, അവൻ എനിക്ക് തീബ് നൽകി, സുഗന്ധം നൽകി. തീബ്, ഞാൻ പറയും കോട്ടക്കലെ, എൻ്റെ നാട് കോട്ടക്കലാണ്. ചെറുപ്പത്തിൽ ഞാൻ കോട്ടക്കല ചന്തക്ക് പോകുമ്പോൾ കഷായത്തിൻ്റെ മണം അനുഭവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. മരുന്നിങ്ങനെ കാച്ചുന്നുണ്ടാവും, എണ്ണ, തൈലം ഒക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ കഷായത്തിൻ്റെ മണം മാത്രമല്ല, കഷായത്തിൻ്റെ മണം പഴയ മാതിരി ഇപ്പോൾ വരില്ല. പണ്ടത്തെ മാതിരി വിറക് അങ്ങനെ കത്തിക്കുന്നില്ല വൈദ്യശാലയിലൊക്കെ, അധികം യന്ത്രങ്ങളാണ്, മെഷീൻസ് വന്നു. പക്ഷെ കോട്ടക്കന്ന് വേറൊരു മണമുണ്ട്. എല്ലാ സ്ഥലത്തും ഊതിൻ്റെ അത്തറിൻ്റെ പരിമളം. ഈ ആര്യവൈദ്യ ചികിത്സക്കായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കോട്ടക്കലേക്ക് ഒഴുകുന്നവരിൽ അറബ് സമൂഹത്തിൽ നിന്നും ധാരാളം ആളുകൾ ഒഴുകി വരുമ്പോൾ തീബ് പരക്കുകയാണ്. ഒരു നേരം ജുമുഅക്ക് മസ്ജിദിൽ പോയിരുന്നാൽ ഇപ്പൊ എന്തിനായിരിക്കാം ശരീരത്തിൽ നിന്നൊരു വായു പുറത്തേക്ക് പോയാൽ ഒളു മുറി എന്ന് പറഞ്ഞത്? അതിലെവിടെ അശുദ്ധി? ഞാൻ ഫിഖ്ഹിന്റെ ഒരു മഹത്വം പറയാണ്. ശരീരത്തിൽ നിന്നൊരു വായു മൂത്രിച്ചാൽ അശുദ്ധി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നുണ്ട്, അത് അശുദ്ധമാണ്. മലവിസർജനം അങ്ങനെ തന്നെയാണ്. ഒരു വാതകം, ഒരു വായു പുറത്തേക്ക് പോയാൽ എന്തായിരിക്കാം അതിന്റെ ഹിക്മ? അതിന്റെ ഹിക്മ, അതിന്റെ ഹിക്മത്ത് ചിന്തിച്ച് അത് മസ്ജിദിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ നിങ്ങളുടെ സീനത്തിനെ സ്വീകരിക്കുക സകല മസ്ജിദിലും എന്ന് അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചതാണ്. അപ്പൊ മസ്ജിദിന് സീനത്തുണ്ടായിരിക്കണം. മസ്ജിദിൽ കടന്നു വരുമ്പോഴേക്ക് മനസ്സ് സമാധാനപ്പെടും. നല്ല നമ്മൾ ചിലപ്പോൾ ജുമുഅക്ക് പോകുമ്പോൾ
ഒരു ആരെങ്കിലും ചില സമയത്തൊക്കെ ഓരോ അത്തറിൻ്റെ മണങ്ങ് വരുന്നുണ്ടാൽ സുബ്ഹാനല്ലാഹ്, ഇത് എവിടുന്നാ അത് വരണത്? അപ്പോഴേക്ക് എനിക്ക് ചിലപ്പോൾ കണ്ണ് നിറയും. റസൂലുള്ളാഹിനെ ഓർത്തിട്ടൊരു അത്തറിൻ്റെ മണം വരുമ്പോൾ ജുമാക്ക് പോയിരിക്കുമ്പോൾ, കാരണം ഹദീസ് ഓർമ്മ വരും. അള്ളാഹു എനിക്ക് ചെയ്ത ഫضലാണ്, അതിൽ ഫضലുകളിൽ ഒന്ന് തീബാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് എന്ത് ഇഷ്ടമായിരുന്നു! അതൊരു പരിമളം, ലോകത്തൊരു ഇൻഡസ്ട്രി ആയി. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇത്ര നീളമുള്ളൊരു കത്ത് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ ഒരു ചെറുപ്പക്കാരൻ അയച്ചിരിക്കുകയാണ്. നമ്മളെ റസൂലുള്ളാഹിന്റെ മധുഹൊക്കെ കേൾക്കുന്നൊരു മലയാളി ചെറുപ്പക്കാരൻ വിദേശത്ത് പോയി പരിമളം പെർഫ്യൂമിന്റെ ഒരു ഇൻഡസ്ട്രി തുടങ്ങി. അതിൽ ഞാൻ അവിടെ ഉണ്ടാക്കിയൊരു പ്രധാന ഇൻഡസ്ട്രിയാണ്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മധു പറയുന്ന ആളല്ലേ സമദാനി സാഹിബേ, ഇത് ഞങ്ങൾക്ക് സമ്മാനിക്കാതെ പറഞ്ഞ് കൊടുത്തയച്ചിരിക്കുകയാണ്. ഒരാളെ കയ്യിൽ കൊടുത്തയച്ച അദ്ദേഹം കുറച്ച് ദിവസം വീട്ടിൽ വെച്ച് എന്നെ കാണാൻ കാത്തുനിന്ന് എൻ്റെ കയ്യിലെത്തി. അതിൻ്റെ കൂടെ ഒരു കത്തുണ്ട്. അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിലൊന്ന് തീബാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉടനെ പറയുന്ന വാക്കെന്താ? എൻ്റെ സ്ത്രീകളാണ്. അത് പറയാൻ അനൽപമായ വിശുദ്ധി വേണം. അത് ലോകത്ത് കാപട്യമുള്ളവർക്ക് പറയാൻ പറ്റിയ വാക്കല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ ഹിപ്പോക്രസി, കാപട്യമുള്ളത് സ്ത്രീ പുരുഷ ബന്ധത്തിലാണ്. അത് ലോകത്തെല്ലാവർക്കും കണ്ണുള്ളവർക്ക് കാണാൻ സാധിക്കുന്നു. എൻ്റെ സ്ത്രീകൾ എന്നാണ് പുണ്യ നബി പറഞ്ഞ. എൻ്റെ പത്നിമാർ, പത്നിമാർ എന്നുള്ള വാക്കിന് ഉപയോഗിച്ചത് ആ ഹദീസിൽ സ്ത്രീകൾ എന്നാണ്. ലോകത്തിന്റെ മുമ്പിൽ വെടുപ്പോടെ വിശുദ്ധിയോടെ ട്രാൻസ്പെറന്റായി സുതാര്യമായി നിൽക്കുന്ന ഒരു ലോകനായകന് മാത്രമേ ഈ വാക്ക് ഉപയോഗിക്കാൻ കഴിയൂ. ഞാൻ വേറൊന്നും കൂടി പറയട്ടെ, ഇത്തരം ഹദീസുകളെ പറ്റി അന്വേഷിച്ച് ചെന്നാൽ തീബിനെയും സ്ത്രീയെയും പുണ്യ നബി ബന്ധപ്പെടുത്തി. അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ തീബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് അവിടുത്തെ പത്നിമാരെ കുറിച്ചാണ്. അതൊക്കെ ജീവിതത്തിന്റെ എത്ര സുന്ദരമായിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു വെച്ച ലുത്ഫാണ്. ലുത്ഫാണ് നബി എന്ന് പറഞ്ഞാൽ തന്നെ ലുത്ഫാണ്. ലുത്ഫ് തെരേ മദ്ഹ സറായി കെ ലിയേ ഹേ. അള്ളാഹുവേ എനിക്ക് ലുത്ഫ് തരണമേ എൻ്റെ നബിയെ മദ്ഹ് ചെയ്യാൻ. റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യണമെങ്കിൽ ലുത്ഫ് ഉണ്ടായിരിക്കണം. മൃദുത്വം, മൃദുലത, മയപ്പെടണം. പുണ്യ റസൂല് മൃദുലമാണ്. മഹമെഹർ മേ തെരി റോശനി ബറോ ബഹർ മേ തെരി റോശനി. സൂര്യനിലും ചന്ദ്രനിലും അങ്ങയുടെ വെളിച്ചമാണ്. അങ്ങനെ അങ്ങ് കാണാൻ തുടങ്ങിയ ഈ ലോകത്തെ എവിടൊക്കെ എന്തൊക്കെ കാര്യത്തിൽ നന്മയും വെളിച്ചുണ്ടോ അത് പരിശുദ്ധ മുഹമ്മദിൽ നിന്ന് പ്രഭവം കൊണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ ഹദീസിൽ പിന്നെ പറയണത്, പിന്നെ സുമ്മീതു അഹ്മദ്, അള്ളാഹു എനിക്ക് അഹ്മദ് എന്ന് പേരിട്ടു. മുഹമ്മദ് എന്ന പേര് തന്നെ വലിയ ഫضലുള്ള പേരാണ്. ഇത് മീലാദിന്റെ ഒരു സമാപനം കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സന്നദ്ധാന സമ്മേളനത്തെ പുണ്യ നബിയുടെ ഉസ്വയുമായി ഘടിപ്പിക്കുമ്പോൾ മഹബത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് അഹ്മദ്. അള്ളാഹു എനിക്ക് അഹ്മദ് എന്ന് പേരിട്ടു. വഖുറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലുമാണ്. ആ ഹദീസ് അങ്ങനെ അവസാനിക്കുന്നത്. അള്ളാഹു എനിക്ക് ഏത് അനുഗ്രഹങ്ങൾ, എനിക്ക് അഹ്മദ് എന്ന് പേരിട്ടു, എനിക്ക് സുഗന്ധം തന്നു. എൻ്റെ സ്ത്രീകൾ, എൻ്റെ പത്നിമാർ എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ആർക്കാ സംശയം? ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, അവരോട് കാണിച്ച ബഹുമാനമോ? സഫിയ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുമ്പോൾ പുണ്യ റസൂല് കാൽമുട്ട് വെച്ചു കൊടുത്തു എന്നാണ്. ഇവിടെ ചവിട്ടിയിട്ട് കയറാൻ. സ്ത്രീക്ക് നൽകപ്പെട്ട ആദരമാണ്, ബഹുമാനമാണ്. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകും ഈ വൈജ്ഞാനികമായിട്ടുള്ള പ്രവാഹങ്ങൾ. അതാണ് ഇവിടെ ദാറുസുന്നയിൽ വിരിഞ്ഞ് പുഷ്പമായിട്ടിരിക്കുന്നത്. അതൊക്കെ നിലനിൽക്കട്ടെ, അതൊക്കെ മുന്നോട്ട് പോകട്ടെ. അതിൽ നിന്ന് പുതിയ പുതിയ പൂക്കളും ഉദ്യാനങ്ങളും ഉണ്ടാകട്ടെ. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് മൗലാന നജീബ് മൗലവിക്കും അള്ളാഹു ദീർഘായുസ്സും ആയുരാരോഗ്യവും നൽകുമാറാകട്ടെ. കൂടുതൽ ശിഷ്യഗണങ്ങൾ, ഇൽമിന്റെ പ്രശാന്തി എവിടെയാണോ, ഇൽമെന്ന് പറഞ്ഞാൽ തന്നെ പ്രശാന്തിയാണ്. ഇൽമ് ബഹളമല്ല, ഓട്ടപാത്രങ്ങളാണ് ഒച്ച വെക്കുന്നത് എന്ന് ഇംഗ്ലീഷിൽ പഴമൊഴിയുണ്ട്.
ഓട്ടപാത്രങ്ങളാണ് ഒച്ച വെക്കുന്നത്, നിറഞ്ഞ പാത്രത്തിൽ നിന്ന് ശബ്ദം വരൂല്ല, മൗനമാണ്, സുക്കൂത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തോട് വളരെ ചേർന്നിരിക്കാൻ ഒരു അവസരം കിട്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്. മുആദ് ബിൻ ജബൽ റസൂലുള്ളാഹിന്റെ വളരെ അടുപ്പക്കാരനായ സഹാബിമാരിൽ പെടുന്നു. നേരത്തെ പറഞ്ഞ സയ്യിദുന അബൂ ഹുറൈറയെ പോലെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തൊരു ഭാഗ്യമാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ പേര് പറയുന്നതിനേക്കാൾ ഒരു പക്ഷേ ലോകത്ത് ഓരോ ദിവസവും മുഴങ്ങുന്ന പേര് സയ്യിദുന അബൂ ഹുറൈറയുടെ പേരാണ്. അതുകൊണ്ട് സിദ്ദീഖിനേക്കാൾ അബൂ ഹുറൈറ വലുതാകുന്നില്ല. സയ്യിദുന അബൂ ഹുറൈറ മഹാനാണ്, പക്ഷേ സിദ്ദീഖുൽ അക്ബർ ഞാൻ നേരത്തെ പറഞ്ഞു അഫ്ദലുൽ ബശറി ബഅദൽ അംബിയാ, അംബിയാക്കൾ കഴിഞ്ഞാൽ ഈ ബശർ മനുഷ്യരാശിയിലെ ഏറ്റവും മഹാനാണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ്, ഹദീസ് കൊണ്ടാണ്, ഉസ്വത്തുൻ ഹസനയുടെ വ്യാഖ്യാതാവ് എന്ന നിലയിലാണ്, ഫിഖ്ഹിലേക്കുള്ള മടക്കം എന്ന നിലയിലാണ്, സകല ഹദീസുകളും വെച്ചിട്ടുകൊണ്ടാണ് ഈ ലോകത്ത് ഫിഖ്ഹിന്റെ ഇൽമു ഉണ്ടായിട്ടുള്ളത്. ഫിഖ്ഹ് മാത്രമല്ല ഹദീസ്, എങ്കിൽ പോലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫിഖ്ഹിന്റെ ഇൽമാണ്. അത് അബൂ ഹുറൈറയിൽ നിന്ന് ആളുകൾ കേട്ട് അന്നബി ഹുറൈറ അന്നബി ഹുറൈറ അന്നബി ഹുറൈറ. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധികൾക്ക് ഏറ്റവും വെറുപ്പ് പ്രിയപ്പെട്ടവരെ സയ്യിദുന അബൂ ഹുറൈറയോടാണ്. സയ്യിദുന അബൂ ഹുറൈറയെ ആക്ഷേപിച്ചുകൊണ്ട് ഈ മലയാളത്തിൽ പോലും പുസ്തകം ഉണ്ടായി, പക്ഷേ ഒരു നിലനിൽപ്പുണ്ടായില്ല. ആ പുസ്തകങ്ങൾ തിരസ്കരിക്കപ്പെട്ടു, എഴുതിയവരൊക്കെ തിരസ്കരിക്കപ്പെടും, അവരൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അന്നേ എറിയപ്പെട്ടു. നിലനിൽക്കില്ല. കാരണം തുടക്കം മുതൽ ഒരു സംഘടന നടക്കുന്നുണ്ട്, മുസ്തഫാന്റെ വിളക്കുമായി. ആ വിളക്ക് കത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതിബോധം ലോകത്ത് നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഏത് കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്? ബാങ്ക് മുഴങ്ങാൻ സമയമായി, ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഏത് കാലത്താണ് ജീവിച്ചിരിക്കുന്നത്? കേരളത്തിൽ നിന്ന് മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാക്കളുടെ എണ്ണം എടുക്കണം, എന്നിട്ട് മതി മൂല്യനിഷേധങ്ങളൊക്കെ പറയാന്. മൂല്യം നിങ്ങളെ നിഷേധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അരാജകത്വം കൊണ്ടുവരാനാണ്. ദൈവമില്ല എന്ന് പറഞ്ഞ് ആദ്യം ദൈവത്തെ നിഷേധിക്കുക, പ്രവാചകനെ പോലുള്ള ഒരു ലോകാചാര്യനെ, വിശ്വഗുരുവിനെ ആക്ഷേപിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖമുണ്ട്. പിന്നെ പെറ്റ തള്ളയെ വേഗം തള്ളി പറയാം, പിതാവിനെ തള്ളി പറയാം. കേരളത്തില് ഇപ്പോ അടുത്ത കാലത്ത് മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാക്കളുടെ എണ്ണമെടുക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിദേശത്ത് പോയ സമയത്താണ് ഈ കേരളത്തിലൊരു മകൻ മാതാവിനെ കൊല്ലുന്നത് എന്ന് പറയുന്നതോടൊപ്പം ഉമ്മയെ കൊല്ലുന്നതെന്ന് പറയണം. അങ്ങനെയായിരുന്നു ആ സംഭവം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ കൊലയേക്കാൾ എന്നെ വേദനിപ്പിച്ചത് കൊന്ന ഈ മകൻ പറഞ്ഞ വാക്ക്, പോലീസിനോട് പറഞ്ഞ വാക്ക്, എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനും ആ സ്ത്രീക്ക് നൽകേണ്ടത് ഞാൻ നൽകിയിരിക്കുന്നു എന്നാണ്. എൻ്റെ അമ്മ പ്രസംഗം എന്ന് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രഭാഷണം ആ അമ്മ പ്രസംഗമാണെന്നാണ് എല്ലാവരും പറയണത്, കണക്കുകൾ വെച്ചിട്ട്. സകല സൈറ്റിലും വെച്ച് ലക്ഷോപലക്ഷം. സത്യത്തിൽ അമ്മ പ്രസംഗം എന്നതിന് പേരിട്ടത് മലയാളി സമൂഹമാണ്. ഞാൻ അതിന് കൊടുത്ത ശീർഷകം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഈ സദസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഞാൻ ആ പ്രസംഗത്തിന് അന്ന് 10-15 കൊല്ലം മുമ്പ് നാട്ടിക കടപ്പുറത്ത് ചെയ്തൊരു പ്രഭാഷണമാണത്. ഇന്നും അതിങ്ങനെ ഓടുകയാണ് സോഷ്യൽ മീഡിയയിൽ. ലക്ഷോപലക്ഷത് കേട്ടവർ ഇപ്പോഴും കേൾക്കുന്നവരുണ്ട്. ഞാൻ അതിന് കൊടുത്തത് ഒരു നബിവചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസാണ്. മാതാവിൻ്റെ കാൽ ചോട്ടിലാണ് സ്വർഗം. അതാണ് ഞാൻ അതിന് കൊടുത്തത്. അതിൻ്റെ കാസറ്റ് പഴയ CD-യുടെ ഒക്കെ ചോട്ടിൽ കാണാം, ഇപ്പോഴും കാണാം. അത് നോക്കിയാൽ ആ ബാനറിൽ കാണാം. മാതാവിൻ്റെ കാൽ ചോട്ടിലാണ് സ്വർഗം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്തിക്കും. ലോകം അതിലേക്ക് മടങ്ങേണ്ടി വരും. മുലപ്പാലിൻ്റെ രുചി മറക്കുന്ന, പൊക്കിൾ കൊടിയുടെ വിലയറിയാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരികയാണ്. ലഹരിയിൽ മുങ്ങുകയാണ്, അനീതി എവിടെയും വ്യാപിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലമാണ്. ലഹരിയാണ്, മയക്കുമരുന്നാണ്. പുണ്യ റസൂൽ 1500 കൊല്ലം മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം മാത്രമല്ല, കുല്ലു മസ്കറിൻ ഹറാം, എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. അപ്പൊ ലഹരി, മദ്യം പോലുള്ള ലഹരി വസ്തുക്കളെ നജസാക്കി. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അത് മാത്രമല്ല ചെയ്തത്, മകളെ കെട്ടിച്ചു കൊടുക്കാനുള്ള ഹക്ക് പോലും ഒരു മദ്യപാനി അയാൾക്ക് നൽകിക്കൂടാത്തതാണെന്ന് വിധിച്ചു. നോക്കണം ഫിഖ്ഹിന്റെ ഓരോരോ വകുപ്പുകൾ ഉണ്ടായിത്തീരുന്നത്.
അങ്ങനെയുള്ള വകുപ്പുകൾ. അപ്പൊ എല്ലാ ലഹരിയും നിഷിദ്ധമാണ്, നജസാക്കി. അപ്പൊ ഇത് കുടിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന കയ്യ്, വിരല്, നാവ്, ചുണ്ട്, ശരീരം, രക്തം, ഇതൊക്കെ നജസായി. ഈ രീതിയിലാണ് ഹലാൽ ഹറാമിന്റെ വകുപ്പുകളിലൂടെ വെടുപ്പുള്ള ഒരു സമൂഹത്തെ പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് സ്ഥാപിച്ചത്. അത് പഠിക്കുക, അത് പകർത്തുക. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് പഠിച്ച് അങ്ങനെ തന്നെ പഠിക്കണം. പഴയ കാലത്തെ ദർസ് സിസ്റ്റങ്ങൾ അതിൻ്റെ രീതിയിൽ കൊണ്ടുവരണം. ഞാനൊക്കെ ദർസ് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഓർക്കും, അന്ന് ഇൽമാണ്. ഇൽമ് എന്ന ഒറ്റ ഉദ്ദേശമാണ്. രാത്രിയാക്കിത്തിട്ട് വൈകിട്ട് വരെ കിതാബോധി പഠിക്കും. കിതാബോധി പഠിക്കുക എന്ന് പറയാം, ചൊല്ലിയിട്ടാണ് പഠിക്കുക. കാരണം അത് കൽബിൽ ഉറക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറബി നഹ്വ്, അറബ് ഭാഷയുടെ വ്യാകരണത്തിന് എൻ്റെ എളിയ കാര്യത്തിൽ അതിൻ്റെ അടിത്തറട്ടത്, ഞാൻ പിന്നീട് കോളേജിൽ പോയിട്ട് അറബി പഠിച്ചതൊന്നുമല്ല, തുഹ്ഫയാണ്, ദർസിലോദിയ തുഹ്ഫയാണ്. ലീകാന ബാത്ത സാറ അംസ ലൈസദൽ മാദാ മഅക്സു മാലി ഇന്നാ മിൻ അമൽ. ഓക്കേ, അൽ ഇസ്മു ബിത്തൻവീനി വൽ ഇദാഫ കതിബ്തു നഫ്സൻ ഔ മനൻ സുലാഫ. ഇതൊക്കെ മനസ്സിൽ ഇപ്പോഴും കിടക്കുമ്പോൾ അത് എത്ര പെട്ടെന്ന്. ചിലപ്പം അന്നൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. കാനല്ലാഹു ഗഫൂറ. അപ്പൊ അതെന്താന്ന് പഠിക്കാൻ തുഹ്ഫയുടെ മുസന്നിഫ് കണ്ടെത്തിയ ഏറ്റവും എളുപ്പ വഴിയാണ്. ലീകാന ബാത സാറ അംസ ലൈസൽ മാദാമു അക്സു മാലി ഇന്ന. ഇന്ന ഇസ്മിന് നസ്ബാണെങ്കിൽ ഇവിടെ ഇസ്മിന് റഫആണ് എന്ന് ഓർത്തിരിക്കാൻ എത്ര പറ്റിയ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെയാണ്. അത് ഓതിപ്പടിച്ച കാലമാണ്. അതോടൊപ്പം ഇൽമിന്റെ തർബിയത്തും കൂടി വരുമ്പോൾ അത് സ്വർണത്തിന് സുഗന്ധം വന്ന പോലെയാണ്. അതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യം. ദാറുസുന്നൽ മർക്കസുൽ ഇസ്ലാമി ഉയർന്ന് ശോഭിച്ച് നിൽക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ പണ്ഡിതന്മാരായിട്ട് ഇറങ്ങിപ്പോകുന്ന ഈ കാലം, ഈ കാലത്തെ ഇരുട്ട് അതിനെ ഭേദിക്കുന്ന വെളിച്ചമായി മാറാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ, സയ്യിദുമാരുടെ, വേദിയിലുള്ള മറ്റു മഹത്തുക്കളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന എക്കാലത്തെയും പുണ്യവാക്യം എന്തു തുടങ്ങാനും ഏറ്റവും ഖൈറും ബർക്കത്തും പഠിപ്പിച്ചിട്ടുള്ള പുണ്യവാക്യം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആ തബറുക്ക് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇൽമിൻ്റെ കൂടെ വരുന്നൊരു സാധനമാണ് ബറക്ക. ബറക്ക ഇൽമിനെ സമീപിക്കേണ്ട പോലെ സമീപിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു വലിയ സംഗതിയാണ് ബറക്ക. ഞാൻ നിങ്ങളോടൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. ഒരു മിനിറ്റ് കൊണ്ട് പറയാം, സമയമില്ല. ഞാൻ കഴിഞ്ഞ വർഷം പുണ്യ റസൂലിൻ്റെ ഒരു സദസ്സിലിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു കോഴിക്കോട് നിന്ന്. ഒരു പുസ്തകം എഴുതിയ ആള് ഒരു യൂറോപ്യനാണ്. അദ്ദേഹം കോഴിക്കോട്ട് വരുന്നുണ്ട്. ആ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതാണ്, അതിലൊന്ന് പങ്കെടുക്കണം. അദ്ദേഹം ഇവിടെ കോഴിക്കോട്ടൊന്നും വരുന്ന തീരെ പ്രതീക്ഷിക്കപ്പെടാത്ത മില്യൺ കണക്കിന് ആളുകൾ വായിച്ചൊരു പുസ്തകം ഇക്കിക്കായ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇക്കിക്കായ്. ജപ്പാനിലെ ഒരു സ്ഥലത്ത് എല്ലാ മനുഷ്യന്മാർക്കും 100 വയസ്സിലേറെയാണ് ആയുസ്. അതിൻ്റെ കാരണം പഠിച്ചിട്ട് എഴുതിയ പുസ്തകമാണ്. ഇദ്ദേഹം കോഴിക്കോട്ട് വരാമെന്ന് കേട്ടപ്പോൾ ഞാൻ വലിയ ആവേശപ്പെട്ടു. അത് എഴുതിയ ആളെ കാണാം, ആ സദസ്സിൽ പങ്കെടുക്കാം, അവിടെ 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്ഷണം. എനിക്ക് സമയം വന്ന സമയത്ത്, ആ വിളി വന്ന നേരത്ത് ഞാൻ റോട്ടിലിറങ്ങിയ ഒരു നിലക്കും കോഴിക്കോട്ട് എത്തൂല, കോട്ടക്കെന്ന് തീരെ സമയമില്ല. പക്ഷെ റസൂലുള്ളാഹിൻ്റെ സദസ്സിലാണ് ഞാൻ ഇരുന്നിരുന്നത്. ചുറ്റുവട്ടത്തും റസൂലുള്ളാഹിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സലാത്ത് ഇങ്ങനെ മുഴങ്ങുമല്ലോ. നമ്മൾ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ തുടങ്ങി അത് സലാത്തിൻ്റെ ഒരു അലകടലാവുമല്ലോ, ആകണമല്ലോ. അവിടുന്നാണ് ഇറങ്ങണത്. കുട്ടികളോട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ നമ്മൾ പോയാൽ എത്തൂല, അത് കൃത്യത്തിന് നടക്കുന്ന സദസ്സാണ്. നമ്മൾ പറഞ്ഞു പോയി നോക്കുക, റോട്ടും മറിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അന്നോളം കാണാത്ത വിധം കോട്ടക്കൽ തൊട്ട് കോഴിക്കോട് വരെ റോഡ് തുറന്നു കിടന്നു, ഒരു തടസ്സവും കണ്ടില്ല. ഞാൻ അവിടെ എത്തുന്നു, ഇദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ ആ സമയത്ത് ആദ്യം തന്നെ എത്തി. എന്നെ ഒരു സ്റ്റേജിലിരുത്തി 2 വാക്ക് പറയാൻ ക്ഷണിച്ചു. ഞാൻ സംസാരിച്ചു. എന്തായി പുസ്തകത്തിൽ പറയണമെന്ന് അറിയങ്ങൾ, അതും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ മനുഷ്യന്മാർക്കൊക്കെ 100 ചില്ലാൻ വയസ്സാണ് ആയുസ്. അതിൻ്റെ കാരണങ്ങൾ പറയണം. അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഈ സദസ്സിന്. വയറിൻ്റെ 1/3 ആഹാരം കഴിക്കാവൂ.
ഒരു നിർദ്ദേശം, വയറിൽ ആമാശയത്തിൽ വിശപ്പ് ബാക്കി വെച്ചുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് പിൻവാങ്ങണം. ഇതൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഈ പുസ്തകം ഞാൻ നേരത്തെ വായിച്ചതാണ്. ഈ പുസ്തകം ലോകത്ത് വളരെ പ്രസിദ്ധമായിട്ട് മിക്ക ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, അല്ലയോ മിസ്റ്റർ ഫ്രാൻസിസ്, നിങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും പുണ്യ റസൂൽ തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് സൂക്ഷ്മമായിട്ട് പറഞ്ഞ കാര്യമാണ്. മൂന്നിലൊന്ന് ആഹാരിക്കല്, വിശപ്പ് വരുമ്പോൾ ആഹാരം കഴിക്കല്, വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ഇതാണ് ലോകം തിരുനബിയുടെ സുന്നത്തിലേക്കുള്ള മടക്കം. അത് എല്ലാ മേഖലകളിലേക്കുള്ള മടക്കമാണ്. അള്ളാഹു അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളെ കൊണ്ട് ലോകത്തിന് വെളിച്ചമെത്തിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഈ നിരയെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളുടെയൊക്കെ ദുആകളിൽ എന്നെ ഓർക്കണം. അന മുഹ്താജുൻ ലിദുആഇക്കും എന്ന് പ്രത്യേകം അവരോടും ഉസ്താദുമാരോടും വണക്കമായി അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിനെ പോലുള്ള ഒരു ഗുരുനാഥൻ്റെ ഇൽമിയായ ഉദ്യാനത്തിൽ ഇടം നേടുന്നതിൻ്റെ സൗഭാഗ്യം നേടിയ യുവ പണ്ഡിതന്മാരെ അഭിനന്ദിച്ചുകൊണ്ട്, ബഹളങ്ങളും ഒച്ചപ്പാടുകളും നിറഞ്ഞ ലോകത്ത് നിങ്ങൾ ഇൽമിൻ്റെ ശാന്തി തീരങ്ങളായി തീരുക എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ എന്നോടും നമ്മോടെല്ലാവരോടും ഒരുപോലെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ വദഅ്വാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.